യോഗയിലെ ഒരു വിഭാഗമാണ് ഹഠയോഗം. ഹ എന്നാൽ സൂര്യൻ, പ്രാണൻ, ഇഢ എന്ന നാഡി എന്നെല്ലാം കരുതണം. ഢ എന്നാൽ ചന്ദ്രൻ, അപാനൻ, പിംഗളനാഡി എന്നിങ്ങനെ കരുതണം. ഈ രണ്ടു നാഡികളുടെയും പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന പ്രക്രിയയാണ് ഹഠയോഗം. ശരീരത്തിലെ ഏത് രോഗത്തെ ശമിപ്പിക്കാനും മാലിന്യങ്ങളെ നീക്കം ചെയ്യാനും ഹഠയോഗയ്ക്ക് കഴിയും. ഈശ്വരന് അനേകം ഭാവങ്ങളും രൂപങ്ങളും നാമങ്ങളും ഉണ്ടെങ്കിലും രാമശബ്ദം അവയിൽ പ്രധാനമായി വരാൻ കാരണമെന്താണ്? രാമശബ്ദത്തിൽ രാ, ആ, മ എന്നിങ്ങനെ 3 വർണ്ണങ്ങൾ അടങ്ങിയിരിക്കുന്നു. രാ അഗ്നിയെയും, ആ സൂര്യനെയും, മ ചന്ദ്രനെയും പ്രതിനിധീകരിക്കുന്നു. ഇനി ഇന്നത്തെ സന്ധ്യാനാമത്തിലേക്ക് പോകാം. ശ്രീധർമ്മശാസ്താ പാഹി മാം ശ്രീ ശബരീശ പാഹി മാം. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലപ്പ. ശ്രീമണികണ്ഠ പാഹി മാം കലിമല നാശന പാഹി മാം. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലപ്പ. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലപ്പ. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലപ്പ. മോഹിനി സുതനെ മോഹനരൂപനെ മോഹമകറ്റി നീ മോക്ഷമേകീടണേ. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലപ്പ. മണ്ഡലകാലവും വന്നണഞ്ഞല്ലോ, തുളസീമാലയും ഞാനണിഞ്ഞല്ലോ. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലപ്പ. എൻ മനസ്സാകെയും എന്നയ്യനല്ലോ, എന്നയ്യനയ്യനയ്യപ്പനല്ലോ. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലപ്പ. വൻപുലിവാഹനൻ വന്മലവാസകൻ കന്മഷനാശകൻ എന്നയ്യനയ്യൻ. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലപ്പ. ഹരിഹരനന്ദനൻ പന്തള ബാലകൻ കാനനവാസകൻ അഖിലാണ്ടേശ്വരൻ. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലപ്പ. മഹിഷീമർദ്ദകൻ മാനുഷരക്ഷകൻ മാമലനായകൻ ആമണികണ്ഠൻ. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലപ്പ. ശ്രീഭൂതനാഥൻ ശ്രീമണികണ്ഠൻ ശ്രീധർമ്മശാസ്താ ശ്രീ ശബരീശ. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലപ്പ. തത്വമസി പൊരുൾ ചിന്മുദ്രാങ്കിതൻ യോഗീശ്വരൻ അയ്യനയ്യനയ്യപ്പൻ. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ല.